നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. കോൺഗ്രസിൽ ഇപ്പോൾ തർക്കം ആര് മുഖ്യമന്ത്രിയാകും എന്നതിനെ ചൊല്ലി. ആര് മുഖ്യമന്ത്രിയായാലും അവരെ കാത്തിരിക്കുന്നത് ഒന്നൊന്നര പണി. മൂന്നാം വട്ടവും ഭരണം പ്രതീക്ഷിക്കുന്ന ഇടതു സംവിധാനങ്ങൾ. പിണറായി വിജയൻ മൂന്നാം വട്ടവും ഭരിക്കുമെന്നാണ് അടുത്ത സുഹൃത്തുക്കളോടൊക്കെ പറയുന്നത്. എന്നാൽ മാധ്യമപ്രവർത്തകരെ കാണാൻ പിണറായിക്ക് ആത്മവിശ്വാസമില്ല. ഇലക്ഷൻ കഴിഞ്ഞതിൽ പിന്നീട് പിണറായി വിജയൻ ഇതുവരെ മാധ്യമങ്ങളെ കണ്ടതേയില്ല. തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ മാധ്യമങ്ങൾക്കൊക്കെ നിരത്തി ഇന്റർവ്യൂ കൊടുത്ത പിണറായി വിജയനാണ് പിന്നീട് ഊളിയിട്ടത്. പിണറായി വിജയന്റെ മരുമകൻ മുഹമ്മദ് റിയാസിനെയും പിന്നീട് മാധ്യമപ്രവർത്തകർ മഷിയിട്ട് നോക്കിയിട്ട് പോലും കാണാനില്ല. മറുവശത്ത് കോൺഗ്രസിൽ വലിയ അടി. ആര് മുഖ്യമന്ത്രിയാകും എന്നതിനെ ചൊല്ലിയാണ് നീണ്ട വാക്പോര്. ആര് മുഖ്യമന്ത്രിയാകും എന്നതിലല്ല, മുഖ്യമന്ത്രിയായി എങ്ങനെ ഭരിക്കും എന്നതാണ് ഇപ്പോൾ വലിയ ചോദ്യം. കാരണം കേരളത്തിൽ ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു ഇടത് എക്കോസിസ്റ്റമുണ്ട്. അതിനെ തകർത്ത് ഒരു മുഖ്യമന്ത്രിക്ക് കേരളം ഭരിക്കുക അത്ര എളുപ്പമല്ല. പ്രത്യേകിച്ച് ഇടത് കേന്ദ്രങ്ങളിൽ നിന്നല്ല ഒരു മുഖ്യമന്ത്രി ഭരണസിരാ കേന്ദ്രത്തിൽ എത്തുന്നതെങ്കിൽ. മൂന്നാം വട്ടവും അധികാരം പ്രതീക്ഷിച്ചിരിക്കുന്ന വലിയൊരു സംഘം ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ തമ്പടിച്ചിട്ടുണ്ട്. തങ്ങൾ പരാജയപ്പെട്ടു എന്ന് തിരിച്ചറിയാൻ പോലും അവർ പാടുപെടും. സമരങ്ങളല്ല, പിന്നീട് കേരളം കാണുന്നത് വലിയ പ്രക്ഷോഭങ്ങളാവും. കേരളത്തിന്റെ പല ഭാഗത്തും ആയുധങ്ങളുമായി അവർ തെരുവിലിറങ്ങും. എന്തിനേറെ പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണന് വേണ്ടി ചുവരെഴുതിയ മതിലുകൾ തള്ളിമറിച്ചിടുന്ന CPM ഗുണ്ടകളെയല്ലേ കേരളം ഇപ്പോൾ കാണുന്നത്. അപ്പോൾ പിന്നെ തെരഞ്ഞെടുപ്പിൽ കൂടി തോറ്റമ്പിയാൽ കലിപൂണ്ട് അവർ എന്തൊക്കെ ചെയ്തു കൂട്ടും. വലിയ വെല്ലുവിളി ഉയർത്തുന്നത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ നിന്ന് നോക്കുമ്പോഴാണ്. 3 തലത്തിലുള്ള വെല്ലുവിളികളാണ് അടുത്ത മുഖ്യമന്ത്രിയെ കാത്തിരിക്കുന്നത്. കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണമായി ഇപ്പോൾ ഇടത് സംവിധാനം കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നു. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടാണ് പിണറായി വിജയന് കീഴിൽ LDF കേരളം ഭരിച്ചത്. അതുകൊണ്ട് തന്നെ സർക്കാർ ജീവനക്കാരിൽ ബഹുഭൂരിപക്ഷവും ഇപ്പോൾ ഇടതാനുകൂലികൾ. അവർക്കറിയാം ഏത് ഫയൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. മറുവശത്ത് കേരളത്തിൻ്റെ പോലീസ് സംവിധാനം അക്ഷരാർത്ഥത്തിൽ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. ഇടത് ചിന്താഗതിയുള്ളവരെ കൊണ്ട് തിങ്ങി നിറഞ്ഞ അവസ്ഥയിലാണ് പോലീസ് സംവിധാനം. പലപ്പോഴും പോലീസ് സംവിധാനം പ്രവർത്തിക്കുന്നത് ഒരു മാഫിയ ശൈലിയിൽ തന്നെ. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശമനുസരിച്ചാണ് അവർ പ്രവർത്തിക്കേണ്ടതെങ്കിലും മിക്ക പോലീസ് ഉദ്യോഗസ്ഥരും ചില പ്രാദേശിക CPM നേതാക്കളുടെ പിടിയാളുകളാണ്. അത് പാർട്ടിയുടെ ഉന്നത നേതാക്കൾക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ ആ പോലീസ് ഉദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്യാൻ ഈ പ്രാദേശിക നേതാക്കളെ അവർ നിയോഗിക്കും. പോലീസ് അസോസിയേഷൻ എന്നല്ല, സർവമാന സംവിധാനങ്ങളും ഇടതിന് അനുകൂലം. അടുത്തതൊരു UDF മന്ത്രിസഭയാണ് എങ്കിൽ പോലും പോലീസ് സംവിധാനത്തെ നിയന്ത്രിക്കുക അത്ര എളുപ്പമല്ല. പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക്. മറ്റൊരു വലിയ ഭീഷണി മുന്നിൽ നിൽക്കുന്നു: ബ്യൂറോക്രാറ്റ്സ്. IAS ഉദ്യോഗസ്ഥരിൽ നല്ല കൂറുള്ളവരെ മാത്രം ഒപ്പം ചേർത്ത് നിർത്തുന്ന തന്ത്രമായിരുന്നു പിണറായി വിജയൻ പയറ്റിയത്. തന്നെ വിമർശിക്കുന്നവരോ തൻ്റെ ഇംഗിതത്തിന് വഴങ്ങാതെ പ്രവർത്തിക്കുന്നവരെ ചെയ്യുന്നവരെ അകറ്റി മാറ്റി നിർത്തിയിരുന്ന ശൈലി. അതുകൊണ്ട് ഏറാൻ മൂടുകളായി മിക്ക IAS ഉദ്യോഗസ്ഥരും പിണറായി വിജയന് വാലാട്ടി നിന്നു. അവരുടെ കൂറിപ്പോഴും ഇടതുപക്ഷത്തോടാണ്. എല്ലാം അടപടലം ഒരൊറ്റ ദിവസം കൊണ്ട് മറിഞ്ഞ് നേരെ UDF പാളയത്തിലേക്ക് ചെല്ലും എന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ വലിയ രൂഢമൂലമായൊരു ബന്ധം ഇവർക്കിടയിൽ വളർന്നിട്ടുണ്ട്. അതിനെയൊക്കെ തട്ടിയെറിഞ്ഞ് ഒരു മുഖ്യമന്ത്രിക്ക് ശരിക്കും അധികാരം ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ അധികാരം ഉപയോഗിക്കണമെങ്കിൽ അവർക്കൊപ്പം ചേർത്ത് നിൽക്കുന്ന വലിയൊരു IAS ഉദ്യോഗസ്ഥ സംവിധാനമുണ്ട്. അവരെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ കഴിയണം. അതിന് വലിയ പരിശീലനമല്ല ആവശ്യം. പകരം ഇന്നലകളിൽ നന്നായി ഫലിച്ചതിൻ്റെ തഴമ്പുള്ളവർക്കാണ് ഇത്തരം രംഗങ്ങളിൽ ശോഭിക്കാൻ കഴിയുക. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ മറ്റൊരു ശൈലിയും നമ്മൾ കണ്ടു: സ്വജനപക്ഷപാതം, പിൻവാതിൽ നിയമനം. അങ്ങനെ PSC വഴിയും അല്ലാതെയുമൊക്കെ തിരികെ കയറ്റിയ അനേകായിരങ്ങളുണ്ട് സർക്കാർ ജോലിയിൽ, പ്രത്യേകിച്ച് കീ പോസ്റ്റുകളിൽ. അവരൊക്കെ ഒരു പണി തുടങ്ങിയാൽ അത് അടുത്ത മുഖ്യമന്ത്രി താങ്ങില്ല. ഈ തെരഞ്ഞെടുപ്പിന് മറ്റൊരു ഭീകര സംവിധാനവും കേരളം കണ്ടു. ഇടതുപക്ഷത്തിനോടും മുഖ്യമന്ത്രിയോടും CPMനോടുമൊക്കെ ചേർന്നൊട്ടി നിൽക്കുന്ന കേരളത്തിലെ ഒരു മാധ്യമ ലോകം. പല മാധ്യമപ്രവർത്തകരും ഇതിനകം തന്നെ CPMൻ്റെ പേറോളിലുണ്ട്. സർക്കാർ വാരിക്കോരി പരസ്യവും കൊടുത്തിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത്. മാധ്യമക്കാർ അത്ര പെട്ടെന്ന് കൂറുവിട്ടോടി UDFിലേക്ക് ചേക്കേറുമോ?
അടുത്ത മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉയർത്താൻ അവർ ശ്രമിക്കും. കാരണം ഭരണകൂട ഏറാമൂളികളെന്ന പേരുദോഷം കേൾക്കരുതല്ലോ. പിണറായി വിജയനെയും LDF സർക്കാരിനെയും ഒക്കെ വിമർശിക്കാൻ ഭയപ്പെട്ടു നിന്ന മാധ്യമങ്ങൾ എന്തായാലും UDFന് കിടക്കപ്പുറത്തി കൊടുക്കില്ല. പ്രത്യേകിച്ച് അടുത്ത മുഖ്യമന്ത്രിയെ തുടക്കം മുതൽ എടുത്തിട്ട് പൊരിക്കും. ഇനി ഒരു മുഖ്യമന്ത്രിയെ നിശ്ചയിച്ച് കോൺഗ്രസ് വരുമ്പോഴേക്കും ആകെ നാണം കെട്ട പരുവത്തിലാവും. പരസ്പരം തമ്മിലടിച്ചും കുതികാൽ വെട്ടിയും ചീത്ത പറഞ്ഞും അവർ തെരുവിലേക്കിറങ്ങുന്ന വാർത്തകൾ കൊണ്ട് മാധ്യമലോകം ആകെ നാറ്റിച്ച് പണ്ടാരമടക്കും. 2 വട്ടം കേരളം ഭരിച്ചു. 3-ാം വട്ടവും കേരളം LDF തന്നെ ഭരിക്കുമെന്ന് സ്വപ്നം കാണുന്ന ഒട്ടനവധി ആളുകളുണ്ട്. പ്രത്യേകിച്ച് CPMൻ്റെ പിണിയാളുകൾ. അവരാണ് കേരളത്തിലെ മാഫിയ സംവിധാനങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഇനി 3-ാം വട്ടം ഭരണം കിട്ടിയില്ല എങ്കിൽ അവർക്ക് കലിപൊട്ടും. പിന്നീട് അവർ എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്ന് നമുക്ക് ചിന്തിക്കാനേ കഴിയില്ല. മണൽ മാഫിയ, കോറി മാഫിയ, ലഹരി മാഫിയ, ഈ സംവിധാനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന വലിയൊരു നെറ്റ്വർക്ക് കേരളത്തിലുണ്ട്. ഇതൊരു പ്രാദേശിക CPM നേതാക്കളുടെ വലിയ നെറ്റ്വർക്കാണ്. ഈ നെറ്റ്വർക്ക് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ മാഫിയ സംവിധാനങ്ങളുടെ സഹായം ആവശ്യമുണ്ടെങ്കിൽ മറ്റിടങ്ങളിലുള്ള മാഫിയ നേതാക്കൾ പരസ്പരം സന്ദേശങ്ങൾ വരെ കൈമാറുന്ന തലത്തിൽ ഇത് വളർന്നിരിക്കുന്നു. ലഹരി കൈമാറ്റങ്ങൾ മാത്രമല്ല, മണ്ണെടുപ്പ്, മണൽ കടത്ത്, ക്വാറി പ്രവർത്തനം എന്നിവയൊക്കെ നിയന്ത്രിക്കുന്നത് ഈ നെറ്റ്വർക്കാണ്. വലിയ പണസ്വാധീനമുള്ള മാഫിയ നെറ്റ്വർക്കാണിത്. പ്രാദേശിക UDF നേതാക്കൾക്കോ കോൺഗ്രസ് നേതാക്കൾക്കോ ഇവരോട് ഏറ്റുമുട്ടുക അത്ര എളുപ്പമല്ല. അവർക്ക് വിധേയരായി ഏറാമൂളികളായി ഇതുവരെ നിന്ന ഈ നേതാക്കൾ ഇനിയും അങ്ങനെ തുടരുകയേ നിർവാഹമുള്ളൂ. പക്ഷേ പല പോലീസ് സ്റ്റേഷനുകളും ഭരിക്കുന്നത് ഈ മാഫിയ നെറ്റ്വർക്കാണ് എന്ന ചിന്ത കോൺഗ്രസ് പ്രാദേശിക നേതാക്കളുടെ ഉള്ളിലുണ്ടെങ്കിൽ നല്ലത്. അതുകൊണ്ട് നട്ടെല്ലുയർത്തി നേരെ നിന്ന് ഈ മാഫിയകളെ നിയന്ത്രിച്ചില്ല എങ്കിൽ നാറുന്നത് ഭരണകൂടമായിരിക്കും. മറുവശത്ത് ഇനി UDF സർക്കാരാണ് ഇനി അധികാരത്തിലെത്തുന്നതെങ്കിൽ അവർ നേരിടേണ്ടി വരുന്നത് ചെറിയ സമരങ്ങളൊന്നും ആയിരിക്കില്ല, വലിയ പ്രക്ഷോഭങ്ങളായിരിക്കും. ഈ പ്രക്ഷോഭങ്ങൾക്ക് പലപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥരുടെ പിന്തുണയും ലഭിക്കും, അതും രഹസ്യമായും പരസ്യമായും ഒക്കെ. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചാൽ നല്ലത്. വലിയൊരു പണി അടുത്ത UDF മുഖ്യമന്ത്രിയെയും മന്ത്രിസഭയെയും ഒക്കെ കാത്തിരിപ്പുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ് സംവിധാനത്തെ. കേന്ദ്രം ഭരിക്കുന്നത് BJP സർക്കാരാണ്. കേരളത്തിലാണ് രാഹുലിൻ്റെയും പ്രിയങ്കയുടെയും ഒക്കെ തട്ടകം. അതുകൊണ്ട് കേരളത്തിൻ്റെ സർക്കാർ അത്ര സുഗമമായി പ്രവർത്തിക്കണമെന്ന് കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കത്തില്ല. പിടിക്കേണ്ടിടത്തൊക്കെ പിടിച്ചും ഞെരുക്കേണ്ടിടത്തൊക്കെ ഞെരുക്കിയും വീർപ്പ് മുട്ടിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു. കേന്ദ്ര സർക്കാർ ഇതുവരെ പിണറായി വിജയനോടും LDF സർക്കാരിനോടും പുലർത്തിയ മൃദു സമീപനമൊന്നും ഇനി പ്രതീക്ഷിക്കേണ്ട. എന്തെങ്കിലും ഒരലമ്പിന് ചിട്ടവട്ടം കൂട്ടിയാൽ നേരെ CBI അടക്കമുള്ള ഏജൻസികൾ കേരളത്തിൽ അങ്ങ് നിരങ്ങും. കേരളത്തിലെ കോൺഗ്രസ് സർക്കാരിനെ കേന്ദ്ര BJP സർക്കാർ വീർപ്പ് മുട്ടിക്കുമെന്നുറപ്പ്. സൂക്ഷിച്ചാൽ നല്ലത്. 2025-26 സാമ്പത്തിക വർഷത്തിൽ കേരളത്തിൻ്റെ പൊതുകടം 4.80 ലക്ഷം കോടിയായി ഉയർന്നിരിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ 4,88,910 കോടി. സംസ്ഥാനത്തിൻ്റെ സ്വന്തം വരുമാനത്തിൻ്റെ 98% കടം തിരിച്ചടവിനും പലിശയ്ക്കുമായി മാറ്റിവെക്കേണ്ടി വരുന്നു. ഇതിനു പുറമെയാണ് ശമ്പള ക്ഷേമ പെൻഷനുകൾ നൽകേണ്ടത്. ധാരാളം ആനുകൂല്യങ്ങൾ UDF തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി കേരളത്തിന് നൽകിയിട്ടുണ്ട്. ഇതൊക്കെ പാലിക്കപ്പെടണമെങ്കിൽ പണം ഉണ്ടാകില്ല കയ്യിൽ. കടവും GSDPയും തമ്മിലുള്ള അനുപാതം 33.8% വരെ എത്തിയേക്കാം. 2025-26 ഇത് 33.8% എത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. പലിശ തിരിച്ചടവിന് മാത്രമായി വലിയൊരു തുക വേണ്ടിവരും. വികസന പ്രവർത്തനങ്ങളെ ഇത് ബാധിക്കും. വരുന്ന 3-4 മാസത്തിനുള്ളിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളും UDF സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളും ജനങ്ങൾ താരതമ്യം ചെയ്യും, മാധ്യമങ്ങൾ എടുത്തൊടുക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുന്ന UDF സർക്കാരിന് കനത്ത വെല്ലുവിളികൾ മുന്നിലുണ്ട് എന്നർത്ഥം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി തന്നെയാവും അവരെ ഏറ്റവും അധികം വലയ്ക്കുന്നത്. ശമ്പളവും പെൻഷനും നൽകുന്നതിലെ തടസ്സങ്ങൾ, ട്രഷറി നിയന്ത്രണങ്ങൾ എന്നിവയൊക്കെ പരിഹരിക്കേണ്ടി വരും. കേന്ദ്രത്തിൽ നിന്ന് അമിതമായി കടമെടുക്കാനും ഈ BJP കേന്ദ്ര സർക്കാർ അനുവദിക്കില്ല എന്ന കാര്യം ഓർമ്മയിലുണ്ടായാൽ നല്ലത്. കഴിഞ്ഞ 2 തവണ കേരളം ഭരിച്ച ഇടതുപക്ഷ സർക്കാരിന് ശേഷം അധികാരത്തിൽ വരുമ്പോൾ പ്രതീക്ഷകൾക്കൊത്തുയരാനും ജനപ്രിയ പദ്ധതികൾ നടപ്പിലാക്കാനും വലിയ വില കൊടുക്കേണ്ടി വരുമെന്നർത്ഥം. സാമൂഹിക സന്തുലിതാവസ്ഥ തന്നെയാണ് മറ്റൊരു പ്രധാന വെല്ലുവിളി. ഇപ്പോഴിതാ മുസ്ലിം സാമുദായിക വോട്ടുകൾ
ഏകോപനത്തോടെ UDFന് ലഭിച്ചുവെന്നാണ് അവർ പറയുന്നത്. മറുവശത്ത് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണവും UDF പ്രതീക്ഷിക്കുന്നു. എന്നാൽ വികസന കാര്യങ്ങളിൽ എല്ലാ വിഭാഗങ്ങളെയും ഒപ്പം കൊണ്ടുപോവുക എന്ന വലിയ വെല്ലുവിളി UDFന് മുന്നിലുണ്ട്. UDF മന്ത്രിസഭയിൽ താക്കോൽ മന്ത്രിസ്ഥാനങ്ങളിൽ ഇരിക്കുന്നത് ലീഗ് മന്ത്രിമാർ തന്നെയാവും. വികസനം ഒരു ദിശയിലേക്ക് വഴിമാറിയാൽ അത് വലിയ വിമർശനങ്ങൾക്കിടവരുത്തും. കേരളത്തിൽ BJPയുടെ ഒരു വലിയ വളർച്ചയ്ക്കും കുതിച്ചുചാട്ടത്തിനും അത് കാരണമാകും. ഇപ്പോൾ കടന്നുപോകുന്ന ഈ സർക്കാർ വാങ്ങാവുന്ന കടമൊക്കെ വാങ്ങിക്കൂട്ടി, കിട്ടാവുന്നിടത്തു നിന്നൊക്കെ വാങ്ങി. ഇനി ഒരിടത്തു നിന്നും കടം പോലും കിട്ടാനില്ല എന്നതാണ് അവസ്ഥ. എന്തിനേറെ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ചെന്നുവരെ ബ്ലേഡ് പലിശയ്ക്കാണ് പണമെടുത്ത് നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നത്. വിദേശ രാജ്യങ്ങളുമൊക്കെയായി നേരിട്ട് നെഗോഷിയേഷൻസ് നടത്തി. എന്നാൽ കേരളം ഒരു നാട്ടുരാജ്യമല്ലെന്നും സ്വന്തമായി വിദേശ പോളിസികൾ കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്നും കേന്ദ്രം ശാസന നൽകിയതോടെ അത്തരം നീക്കങ്ങളിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു. ഇനി പണമുണ്ടാക്കാൻ ഒരു മാർഗവുമില്ല എന്നതാണ് കേരളത്തിന്റെ ഖജനാവിന്റെ സ്ഥിതി. ഉള്ള ഡാമുകളിൽ നിന്നൊക്കെ മണൽ വാരി വിറ്റു. അതുവഴി കരാറുകാർക്കും ഇടനിലക്കാർക്കുമൊക്കെ ഇഷ്ടം പോലെ കോടികൾ കിട്ടി. സംസ്ഥാനത്തിന് വലിയൊരു സ്ക്രാപ്പ് ശേഖരമുണ്ടായിരുന്നു. സംസ്ഥാനത്തിന്റെ കയ്യിലുള്ള മുഴുവൻ സ്ക്രാപ്പ് ശേഖരവും അവർ വിറ്റഴിച്ചു. കേരളത്തിലെ ധാരാളം റവന്യൂ സ്ഥലങ്ങൾ പാട്ടത്തിന് നൽകിയും ദീർഘകാല പാട്ടങ്ങളിലൂടെയും കുറച്ചു പണം അങ്ങനെയും ഉറപ്പാക്കി. ഈ പണമൊക്കെ സർക്കാർ ഖജനാവിലേക്ക് മാത്രമല്ല ഒഴുകിയത്, AKG സെന്ററിനുള്ളിലെ ഒരു വിശിഷ്ട ഖജനാവിലേക്കും കുറെ പൈസ പോയി എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. വെറും കുത്തുപാളയായി നിൽക്കുന്ന ഒരു സംസ്ഥാനം, ഖജനാവിലെ ബാക്കി നീക്കിയിരിപ്പ് 0 മാത്രമാണ്. കോൺഗ്രസ് എന്ന ആൾക്കൂട്ട പാർട്ടിയുടെ വിശേഷങ്ങൾ ജനങ്ങളെ ചിരിപ്പിക്കുന്നു. മുഖ്യമന്ത്രി കസേര ആർക്ക് കൊടുക്കും എന്ന കാര്യത്തിൽ ഹൈക്കമാൻഡിനോ കോൺഗ്രസ് പ്രവർത്തകർക്കോ യാതൊരു ഐഡിയയുമില്ല. 3 മുഖ്യമന്ത്രി മോഹികളാണിപ്പോൾ കളത്തിലിറങ്ങി യുദ്ധം ചെയ്യുന്നത്. അവർക്ക് വേണ്ടി ഒരുപിടി ആളുകൾ പരസ്പരം വെട്ടി പോർ കൊഴുപ്പിക്കുന്നു. ആൾക്കൂട്ടമല്ലാതെ മറ്റൊരു കേഡർ സംവിധാനവും കോൺഗ്രസിൻ്റെ പക്കലില്ല. എന്നാൽ അവർ ഇനി നേരിടേണ്ടത് വലിയൊരു കോർപ്പറേറ്റ് സംവിധാനത്തെയാണ്. ഒരു പതിറ്റാണ്ടുകൊണ്ട് സമ്പാദിച്ച വലിയ നിക്ഷേപം മറുഭാഗത്തുണ്ട്. അനേക ആശുപത്രികൾ, അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ തുടങ്ങി വലിയ നിക്ഷേപം ഇറക്കിയിട്ടുണ്ടവർ സംസ്ഥാനത്ത്. എത്രയെത്ര കോർപ്പറേറ്റീവ് സെഗ്മെൻറ്റിലുള്ള സ്ഥാപനങ്ങളാണ് CPM ഇതിനകം തന്നെ ഇവിടെ രൂപം കൊടുത്തിരിക്കുന്നത്. ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന 10,000-കണക്കിന് പാർട്ടിയുടെ വിശ്വസ്തർ. അവരിനി കളത്തിലിറങ്ങി UDF സർക്കാരിനെതിരെ അംഗം വെട്ടുമെന്ന ഓർമ്മയുണ്ടായാൽ നല്ലത്. ചുരുക്കത്തിൽ ഏറ്റവുമധികം പെയ്ഡ് ജീവനക്കാർ തന്നെയാണ് ഒരു കോർപ്പറേറ്റ് സ്ഥാപനം പോലെ പ്രവർത്തിക്കുന്ന CPMൻ്റെ പക്കലുള്ളത്. അവരൊരു വിസിലടിച്ചാൽ ഒരു പ്രക്ഷോഭത്തിനിറങ്ങാൻ തക്ക ആളുകൾ. അതുകൊണ്ട് തന്നെ സമരമല്ല, പ്രക്ഷോഭങ്ങളായിരിക്കും ഇനി UDF നേരിടേണ്ടി വരിക. UDF സർക്കാരാവട്ടെ തുടക്കം മുതൽ വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് കടക്കും എന്ന സൂചന നൽകുന്നതാണ് ഇപ്പോൾ മുഖ്യമന്ത്രി കസേരയെ ചൊല്ലിയുള്ള ഈ തർക്ക വാർത്തകൾ. ചാനലുകളൊക്കെ ഇഷ്ടം പോലെയുണ്ട് കേരളത്തിൽ. ഇവിടെ ചാനലുകൾ അനുഭവിക്കുന്ന ഒരു മുഖ്യ പ്രശ്നം വാർത്താ ദാരിദ്ര്യം തന്നെ. വാർത്താ ദാരിദ്ര്യം മാറ്റിക്കൊടുക്കാൻ ഇനി UDF ശ്രമിച്ചാൽ വാർത്തകൾ യഥേഷ്ടം ചാനലുകളിലൂടെ ജനങ്ങൾ കണ്ട് ആസ്വദിക്കും. അതൊക്കെ UDFൻ്റെ ശിഥിലീകരണത്തിനും മന്ത്രിമാരുടെ തമ്മിലടിക്കും കാരണമാകും. ഇതുവരെ നമ്മൾ പിണറായി വിജയൻ ഇറങ്ങിപ്പോകുന്നതിനെക്കുറിച്ചാണ് സംസാരിച്ചത്. എന്നാൽ കയറി മുഖ്യമന്ത്രി കസേരയിലും മറ്റു മന്ത്രിമാരുടെ കസേരയിലുമൊക്കെ ഇരിക്കാൻ പോകുന്ന UDF നേതാക്കളുടെ ഗതി ഓർക്കുമ്പോൾ സഹതപിക്കാനേ കഴിയൂ. അവർ ഇരിക്കാൻ പോകുന്ന മന്ത്രി കസേരയിൽ ചെറിയ മുള്ളാണികളല്ല ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്, വലിയ അള്ളുകളാണ്. അതവരെ തകർക്കും. മറുവശത്ത് വലിയ ബോംബ് ഫാക്ടറിയൊക്കെ സ്വന്തമായുള്ള CPMനെ അത്ര നിഷ്പ്രയാസം എതിർക്കാൻ ഈ വരുന്ന UDF സംവിധാനത്തിനും പോലീസ് സംവിധാനത്തിനുമൊന്നും കഴിയില്ല. UDFൻ്റെ ആകെ ആശ്വാസം പിണറായി വിജയന് പ്രായമായി എന്നത് മാത്രം. പ്രായമായ പിണറായി ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ ഭരണം കിട്ടാതാവുമ്പോൾ വിദേശത്തേക്ക് കടക്കും എന്ന പ്രതീക്ഷയാണ് UDFന് മുന്നിലുള്ളത്. തൻ്റെ അധികാരത്തിൻ്റെ ചെങ്കോൽ മുഹമ്മദ് റിയാസിനെ ഏൽപ്പിക്കുകയാവും പിണറായി വിജയൻ്റെ പദ്ധതി. അതേ ചൊല്ലി ഇടതുപക്ഷം കലഹിക്കുമെന്നും തെരഞ്ഞെടുപ്പിന് പിന്നാലെ CPMൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമെന്നും UDF നേതാക്കൾ കണക്കുകൂട്ടുന്നു. അത്തരം ചില അവസ്ഥാന്തരങ്ങൾ ഉണ്ടായില്ല എങ്കിൽ UDF മുഖ്യമന്ത്രിയെ അവർ ഇരുത്തിപ്പൊറുപ്പിക്കില്ല. ഇപ്പോൾ നിശബ്ദരായി സ്ലീപ്പർ സെല്ലുകളായി കഴിയുന്ന പല CPM യൂണിറ്റുകളും ഇനി തങ്ങളുടെ തനിസ്വരൂപം കാണിക്കും. ഈ CPM സംവിധാനത്തെ, ഭരണകൂടത്തെ നിലയ്ക്ക് നിർത്തണമെങ്കിൽ അതിന് ആംബിയറുള്ള ഒരു മുഖ്യമന്ത്രി വരണം. തുടക്കത്തിൽ തന്നെ വിജിലൻസിനെ കൊണ്ട് ഇടുക്കെ ഒരു പണി കൊടുക്കണം.
തലങ്ങും വിലങ്ങുമൊക്കെ അന്വേഷണവും കേസുകളുമാകുമ്പോൾ CPM-ഉം LDF-ഉമൊക്കെ ഒന്ന് ഭയക്കും. പക്ഷെ അതിന് ആർജവമുള്ള ഏത് മുഖ്യമന്ത്രി മോഹിയാണിപ്പോൾ കേരളത്തിലുള്ളത്? അഥവാ അത്തരമൊരാൾ മുന്നോട്ട് വന്നാൽ മറ്റുള്ളവരൊക്കെ ചേർന്ന് അയാളെ ഇടിച്ചു താത്തിക്കളയും. വാസ്തവത്തിൽ വല്ലാത്ത അവസ്ഥയിലൂടെയാണ് UDF-ൻ്റെ ഇപ്പോഴത്തെ പോക്ക്. ഇനി 100 സീറ്റെങ്ങാനും ലഭിച്ച് നല്ല കട്ടയ്ക്ക് കയറി വന്നാലോ എന്തെല്ലാം നാടകങ്ങൾ കാണേണ്ടി വരും. കേരളം അത്ര സുഖകരമായിരിക്കില്ല UDF മന്ത്രിസഭയ്ക്കും പുതിയ മുഖ്യമന്ത്രിക്കും എന്ന് വ്യക്തം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.